നോട്ട് ക്ഷാമം നിർമ്മാണ മേഖലയിൽ ഗുരുതര പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികളുടെ ലേബർ ക്യാമ്പുകൾ പട്ടിണിയുടെ വക്കിൽ. തൊഴിലാളികൾക്ക് പ്രതിദിനം വേതനം നൽകാനാകാത്തതിനാൽ നിർമ്മാണ മേഖല സ്തംഭനാവസ്ഥയിലാണ്. നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരിലേറെയും ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികളാണ്. ഇക്കൂട്ടർക്ക് കൂലി നൽകാനാകാത്തതിനാൽ നിർമ്മാണം നിർത്തിവെക്കേണ്ട അവസ്ഥയിലായി. മിക്കയിടങ്ങളിലും സ്ഥിരം കരാർ തൊഴിലാളികളായതിനാൽ ഏതാനും ദിവസത്തേക്ക് നിർമ്മാണം തടസ്സമില്ലാതെ കൊണ്ടുപോകാനായെങ്കിലും പണം പിൻവലിക്കാനുള്ള സാധ്യതകൾ ഇല്ലാതായതോടെയാണ് നിർമ്മാണം തടസ്സപ്പെട്ടത്. അതേസമയം ജോലിക്കൊപ്പം പണവും ലഭിക്കാതായതോടെ ആയിരക്കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ്. പലരും പട്ടിണിയുടെ വക്കിലാണ്. ഭക്ഷണ സാമഗ്രികൾ വാങ്ങുന്നതിന് പണമില്ലാതെ ദുരിതം നേരിടുന്നവരാണ് ഏറെയും. സ്ഥിരമായി ഭക്ഷണ സാമഗ്രികൾ വാങ്ങുന്ന സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയായി സാധനങ്ങൾ അനുവദിച്ചിരുന്നതും മുടങ്ങിയതോടെ എന്തു ചെയ്യുമെന്നറിയാത്ത സ്ഥിതിയിലാണ് ഭൂരിഭാഗം പേരും. അപൂർവം ഇടങ്ങളിൽ മാത്രം കരാറുകാരനോ മുതലാളിയോ ഇടപെട്ട് ഭക്ഷണമൊരുക്കാൻ സംവിധാനമൊരുക്കിയിട്ടുള്ളതാണ് ഏക ആശ്രയമെന്ന് ഇക്കൂട്ടർ പറയുന്നു. घर में पैसा भेजने के लिए ज़्यादा मुश्किल है, वो ट्रांसफ़र अभी होता नहीं है. अभी कंपनी में पैसा मांग, वो पुराना पैसा दिया, इधर आके हम लोग एक्सचेंज कर रहे हैं और ज़्यादा मुश्किल. पूरा पैसा अभी तो एक हफ्ता काम किया था, उधर एक हफ्ता का पैसा दिया. अभी जो काम कर रहा है वो बाद में पैसा देगा, और अभी अगर वो बाद में भी पुराना पैसा दिया तो हमको मुश्किल हो जाएगा पूरा. अभी इसलिए हमको उसको कंपनी को बोला हमको नया पैसा चाहिए. ज़्यादा मुश्किल है, खाने का पैसा नहीं है, इसलिए ATM का कोई पूरा बंद है. पैसा डिपॉजिट करने के लिए ज़्यादा मुश्किल है. പണവും തൊഴിലും നഷ്ടമായതോടെ തൊഴിൽ തേടി എത്തിയവർ മാത്രമല്ല ഇവരുടെ കുടുംബങ്ങളും ദുരിതം നേരിടുകയാണ്. വാരാന്ത്യങ്ങളിൽ അയച്ചു നൽകുന്ന പണമില്ലെങ്കിൽ അങ്ങകലെ കഴിയുന്ന കുടുംബങ്ങളും ദുരിതത്തിലാകുമെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രതിസന്ധി എത്രമാത്രം നീളുമെന്നറിയാത്ത സാഹചര്യമായതിനാൽ ജീവിതത്തിനു മുന്നിലെ അനിശ്ചിതാവസ്ഥയിൽ പകച്ചു നിൽക്കുകയാണ് ഇക്കൂട്ടർ. TCV ന്യൂസ്, തൃശൂർ.